ഹലോ കോഡേഴ്സ്, ByteBoost എന്ന നമ്മുടെ വെബ് ഡിസൈൻ ക്രാഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്രാഷ് കോഴ്സിൽ നമ്മൾ HTML, CSS, JavaScript ബേസിക്സ് ഒക്കെ കവർ ചെയ്യും. ആൻഡ് ഫൈനലി ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് നമ്മൾ ഒരുമിച്ച് ബിൽഡ് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HTML കുറച്ച് ബേസിക്സ് ആയിരിക്കും കവർ ചെയ്യുന്നത്. സോ കുറച്ച് ഡൗട്ട്സ് ഒക്കെ വരും. ഇത് നിങ്ങൾക്ക് ഇന്നത്തെ ഡിസ്കഷൻ ഗ്രൂപ്പ്, അതായത് നമ്മൾ താഴെ പിൻ ചെയ്തിരിക്കുന്ന ഡിസ്കഷൻ ഗ്രൂപ്പിൽ പോയി ഡിസ്കസ് ചെയ്യാം. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് കോഡ്. ആദ്യം തന്നെ നിങ്ങൾക്ക് കോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് കോഡ് ചെയ്യൊരു സോഫ്റ്റ്വെയർ വേണം. അപ്പം നമ്മൾ പ്രോഗ്രാമേഴ്സ് അതിന് കോൾ ചെയ്യുന്നത് IDEs എന്നാണ്, അതായത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ്. നമുക്കൊരു എൻവയറമെൻറ്റ് വേണം കോഡ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് VS കോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ IDEsഉം യൂസ് ചെയ്യാം. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് VS കോഡാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം VS കോഡ് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് വന്നിട്ടുണ്ട്, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ വിൻഡോസാണ്, നമ്മൾ വിൻഡോസ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് VS കോഡ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് ഒന്നുമില്ല, എംപ്റ്റി ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ കോഡെല്ലാം റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. ഇതൊരു ക്രാഷ് കോഴ്സാണ്. HTML നമുക്ക് ഒന്നും അറിയാത്ത ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി നമ്മൾ ഇറക്കുന്ന ക്രാഷ് കോഴ്സാണ്. സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓവറോൾ ജസ്റ്റ് ബേസിക്സ് കവർ ചെയ്യുന്നുള്ളൂ, അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്നില്ല. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, നിങ്ങൾക്ക് കോഡിംഗ് ഒന്നും അറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് തന്നെ എന്ത് ചെയ്യുക, നമുക്കൊരു ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫയൽ എക്സ്പ്ലോറർ ഓൺ ചെയ്തു. ഇവിടെ ഇൻട്രോ ടു HTML എന്നുള്ള ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് നമ്മൾ ഇട്ടു. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോപ്പി എന്ന് കാണാം, അവിടെ ഡ്രാഗ് ചെയ്യുക. അവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അതായത് ആ ഫോൾഡർ ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിൽ HTML എന്നുള്ള ഫയൽ, അതായത് നമ്മുടെ ആദ്യത്തെ HTML ഫയൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. index.html ഞാൻ എൻ്റർ അടിച്ചു. ഈ ഇൻഡെക്സ് എന്നുള്ളത് എന്താണ്? ഫയലിൻ്റെ നെയിമാണ്. നമ്മുടെ HTML ഫയലിൻ്റെ നെയിമാണ് ഇൻഡെക്സ്. HTML എന്നുള്ളത് നമുക്ക് അറിയാം, എക്സ്റ്റൻഷനാണ്. ഒരു HTML ഒരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ HTML എന്നാണ് എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത്. JavaScript ആണെങ്കിൽ .js എന്നായിരിക്കും, CSS ആണെങ്കിൽ .cs എന്നായിരിക്കും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് എഴുതാം, HTML. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ HTML എന്നുള്ള ഒരു ഓപ്പണിംഗ് ടാഗ് കാണാം, ക്ലോസിംഗ് ടാഗ് കാണാം. അപ്പോൾ ഓപ്പണിംഗ് ടാഗിൻ്റെയും ക്ലോസിംഗ് ടാഗിൻ്റെയും ഡിഫറൻസ് എന്താ? ജസ്റ്റ് ഈ സ്ലാഷ് അല്ലേ. അപ്പോൾ ഈ സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ആയി. അപ്പോൾ നിങ്ങൾ എല്ലാ HTML സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആദ്യം തന്നെ HTML കൊടുത്തിരിക്കണം. അതിൻ്റെ ഉള്ളിലായിരിക്കണം ബാക്കി എല്ലാം നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. സോ അടുത്ത് നമുക്ക് വേണ്ട ഒരു ടാഗ്, നമുക്ക് സ്ട്രക്ചർ അനുസരിച്ച് തന്നെ പോകാം. ഹെഡ് ടാഗ്, അതായത് ആലോചിച്ചാൽ മതി, നമുക്ക് ആദ്യം നമുക്ക് തലയിരിക്കും. അപ്പോൾ ഹെഡിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റർ അടിച്ചു. ഹെഡിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈറ്റിൽ ടാഗ് വരും, അതായത് ഒരു പേര്. പിന്നെ ഹെഡ് ക്ലോസ് ചെയ്തു. ഹെഡിൻ്റെ തൊട്ട് താഴെ നമുക്ക് ബോഡി വരും അല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോഴും കൺഫ്യൂസിങ് അല്ല. HTML നമുക്ക് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഹെഡ് വന്നു, ഹെഡിൻ്റെ ഉള്ളിലൊരു പേര് വന്നു. അതിനുശേഷം എന്താ, ബാക്കി ബോഡി, ഹെഡിൻ്റെ താഴെ ബോഡി. ഇതാണ് ജസ്റ്റ് ഒരു സിമ്പിൾ HTML സ്ട്രക്ചർ. ഇത് ഫുൾ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഒന്നും കൂടി HTML ടൈപ്പ് ചെയ്താൽ നമുക്ക് HTML5 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെ എമെറ്റ് എന്ന് പറയും. ഇത് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആ കോഡൊക്കെ നമുക്ക് വേണ്ടി റൈറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ നിങ്ങൾ ഓൾറെഡി ബിഗിനർ ആണെങ്കിൽ റൈറ്റ് ചെയ്ത് പഠിക്കണം. നിങ്ങൾ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാം. ആദ്യമേ ഷോർട്ട് കട്ട്സ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കില്ല. അത് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഇതൊക്കെ ഒന്ന് പഠിക്കാം. എന്താണ് ഡോക് ടൈപ്പ് എന്നുള്ളത്? ഡോക്യുമെൻറ്റ് ടൈപ്പ് ഏതാണെന്ന് നമ്മൾ ബ്രൗസറിനോട് പറഞ്ഞു കൊടുക്കുക. സോ HTML എന്നുള്ളതാണ് ഡോക് ടൈപ്പ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ HTML lang =EN. ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ വരുന്നതെല്ലാം ടാഗാണെന്ന്. പക്ഷെ അപ്പോൾ ഇതെന്താണ്? ടാഗിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു പ്രോപ്പർട്ടി, അതിൻ്റെ ഒരു വാല്യൂ =. ഇതെന്താണ്? ഇത് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഒരു ടാഗിന് കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സ് ആ ടാഗിന് മാത്രം എക്സ്ക്ലൂസീവായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് HTML lang എന്ന് പറയുന്നുണ്ട്, ഇത് HTMLൻ്റെ ടാഗിനെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മെറ്റ എന്നുള്ള ടാഗിൻ്റെ ഉള്ളിൽ ക്യാർസെറ്റ് കൊടുക്കുമ്പോൾ ഈ ക്യാർസെറ്റ് എഫക്റ്റ് ചെയ്യുന്നത് ഈ മെറ്റ ടാഗിനാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് അതിൻ്റെ ഇൻസൈഡ് തന്നെ നമ്മൾ ആ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഹെഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹെഡ് എന്നുള്ള എന്താണ്? മെയിൻ, അതായത് അതിൻ്റെ ഏറ്റവും വലിയ പോർഷൻ, തല എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മുകളിലത്തെ പോർഷൻ ആയിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ ടൈറ്റിലെല്ലാം കൊടുക്കുന്നത്. ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ആണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. റൺ ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്ത ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഇൻഡെക്സ് എന്നുള്ള ഫയൽ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഇവിടെ എന്താ ഇൻഡെക്സ് എന്ന് കൊടുത്തിരിക്കുന്നത്? അതാണ് അതിൻ്റെ നെയിം. ഇനി നമ്മളൊന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡോക്യുമെൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഈ ഡോക്യുമെൻറ്റ്, ഇതാണ് ഈ ടൈറ്റിൽ.
അപ്പോൾ ഹെഡ് എന്നുള്ള കാര്യം മനസ്സിലല്ലോ, ഹെഡിൻ്റെ ഉള്ളിലാണ് ടൈറ്റിൽ. അപ്പോൾ ആ ടൈറ്റിലിൻ്റെ ഉള്ളിലാണ് ഇതിലെ പേര് വരുന്നത്. ഇത് ഞാൻ മാറ്റിയിട്ട് നമുക്ക് എൻട്രി എന്ന് കൊടുത്ത് നോക്കാം. റീഫ്രഷ് ഞാൻ റീലോഡ് ചെയ്യാണ്, നിങ്ങൾക്ക് കാണാം ഇവിടെ എൻട്രി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ നമുക്ക് നെയിംസ് മാറ്റാം. ഇനി ഞാൻ ബോഡിയുടെ ഉള്ളിൽ, ബോഡി മുതൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ എൻട്രി എലിവേറ്റ് എന്ന് കൊടുത്തു നോക്കാം അല്ലേ. നമ്മുടെ വെബ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ നമുക്ക് ഡാറ്റാ സയൻസ് എല്ലാം പഠിക്കാൻ പറ്റിയ പ്രോഗ്രാമാണ് എൻട്രി എലിവേറ്റ്. അപ്പോൾ എൻട്രി എലിവേറ്റ് എന്ന് ഇവിടെ വന്നു. അതെങ്ങനെ? ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എൻട്രി എലിവേറ്റ് എന്ന് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ വന്നു, ബോഡിയിൽ വന്നു. സോ മനസ്സിലാക്കുക, ഈ ഒരു കോണ്ടൻറ്റ് ഫുൾ നമ്മൾ മാനേജ് ചെയ്യുന്നത് ഈ ബോഡി ടാഗിലാണ്. സോ കൺഫ്യൂസ്ഡ് അല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ആ എൻട്രി എലിവേറ്റ് എന്നുള്ളത് മെയിൻ ടൈറ്റിലാക്കണം, ഒരു വലിയ ഹെഡിങ് ആക്കണം. അപ്പോൾ അതിനൊരു ടാഗ് ഉണ്ട് H1 ഞാൻ ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഓട്ടോമാറ്റിക്കലി വന്നു. അതിൻ്റെ ഉള്ളിൽ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്, കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പം എന്ത് പറ്റി നോക്കാം. കണ്ടല്ലോ, വലുതായി. ഇനി നമ്മൾക്ക് പുതിയൊരു പാരഗ്രാഫ് ഞാൻ ഇതിൻ്റെ ഉള്ളിലൊന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ. ബെസ്റ്റ് ലേണിംഗ് ആപ്പ്. ഇതെന്തുകൊണ്ട് പുതിയ പാരഗ്രാഫായിട്ട് വന്നില്ല? ഞാനിവിടെ പുതിയ പാരഗ്രാഫായിട്ടല്ല കൊടുത്തത്. അപ്പോൾ മനസ്സിലാക്കുക, HTML നമുക്ക് പുതിയൊരു പാരാഗ്രാഫ് വേണമെങ്കിൽ നമ്മൾക്ക് പുതിയൊരു ടാഗ് അതിന് യൂസ് ചെയ്യണം, P ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോ, ഞാൻ P ടാഗ് പുതിയത് സ്റ്റാർട്ടും ക്ലോസും ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബെസ്റ്റ് ലേണിംഗ് ആപ്പ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ റീഫ്രഷ് ചെയ്താൽ നമുക്കത് പുതിയ പാരഗ്രാഫായിട്ട് കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ H1ൻ്റെ നമ്മൾ വലുതായിട്ട് ഹെഡിങ് വലുതാക്കുന്ന ആ പ്രോപ്പർട്ടിയും അതിൽ നിന്ന് മാറി. കാരണം നമ്മൾ H1ൻ്റെ അകത്തല്ല പുറത്താണ് അത് ടൈപ്പ് ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പഠിച്ചു? നിങ്ങൾ HTML ടാഗ് പഠിച്ചു, ഹെഡ് പഠിച്ചു, ടൈറ്റിൽ ടാഗ് പഠിച്ചു, ബോഡി ടാഗ് പഠിച്ചു, നമുക്ക് ഫോണ്ടൊക്കെ വലുതാക്കാൻ H1 ഉണ്ടെന്നും പഠിച്ചു, പുതിയ പാരഗ്രാഫിന് P ടാഗ് ഉണ്ടെന്നും പഠിച്ചു. ഇതിനെല്ലാം കോമൺ ആയിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാത്തിനും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട് അല്ലേ. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഓട്ടോമാറ്റിക്കലി കാണാൻ പറ്റും. പക്ഷെ ഞാൻ വേറൊരു ടാഗ് പരിചയപ്പെടുത്തി തരാം. BR. ഇതിന് ഒറ്റ ലൈനിൽ തന്നെ എഴുതിയേക്കാണല്ലേ, ബെസ്റ്റ് ലേണിംഗ് ആപ്പ്. പക്ഷെ എൻ്റെ ഉള്ളിലും BR കൊടുത്തു. ഇനി നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പം എന്താ പറ്റിയത്? ആ BR എന്നുള്ളത് താഴേക്ക് വന്നു, കാരണം ബ്രേക്കായി, ആ ലൈൻ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ BR യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, BRന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാരണം അത് സെൽഫ് ക്ലോസിങ് ടാഗാണ്. സോ മനസ്സിലാക്കുക, HTML സെൽഫ് ക്ലോസിങ് ടാഗ്സും ഉണ്ട്, അതേപോലെ തന്നെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്യുന്ന നോർമൽ ടാഗ്സും ഉണ്ട്. സോ അതൊന്നും മൈൻഡിൽ വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? പാരഗ്രാഫ് ടാഗ് പഠിച്ചു, നമ്മൾ H1 പഠിച്ചു, P ടാഗ് പഠിച്ചു. ഇനി നമുക്കൊന്ന് ബോൾഡ് ചെയ്താലോ? നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫുൾ സെൻറ്റൻസ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ നമുക്ക് പുതിയൊരു ടാഗ് പിടിക്കാം, സ്ട്രോങ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊടുത്ത് നോക്കാം, സ്ട്രോങ്. പിന്നെ സ്ട്രോങ് എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ ബെസ്റ്റ് ലേണിംഗ് ആപ്പ് എന്ന് കൊടുത്തു. ഇവിടെ നോക്കിക്കോ, റീഫ്രഷ് ചെയ്യുമ്പോൾ എന്ത് പറ്റി? അത് ബോൾഡായി. മനസ്സിലാക്കുക, അത് ബോൾഡായി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സോറി. നമ്മുടെ H1 എന്നുള്ളത് നമുക്ക് H6 വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ H6 നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും സ്മോൾ ആവും. നമുക്ക് H1 to H6 വരെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഏറ്റവും വലുതാണല്ലോ H1, ഏറ്റവും ചെറുതായല്ലോ. നമുക്ക് ഈ നമ്പേഴ്സ് മാറ്റി കൊടുക്കുന്ന അനുസരിച്ച് സൈസ് മാറും. പക്ഷേ H6 വരെ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഞാൻ H2 കൂടിയും കൊടുത്തത് എൻഡ് ചെയ്യാം. H2 കൊടുത്തു, നമുക്ക് കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? H1 പഠിച്ചു, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബോൾഡാക്കാൻ പഠിച്ചു. ഇനി ബോൾഡും മാറ്റി, ആ സ്ട്രോങ് മാറ്റി ഇവിടെ EM എന്ന് കൊടുത്തു നോക്കാം. EM എന്ന് കൊടുത്തിട്ട് റിഫ്രഷ് ചെയ്തു. ഇപ്പോൾ എന്ത് പറ്റി? ഇറ്റാലിക്കായി അല്ലേ. അപ്പോൾ ഇതേപോലെ ടാഗ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് HTML ടാഗ് എന്ന് പറഞ്ഞിട്ടൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് എല്ലാ ടാഗും കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ വരാൻ പോകുന്നത് W3 Schools ആയിരിക്കും, ഉറപ്പായിരിക്കും. കാരണം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് W3 Schools. സോ
HTML നമുക്ക് ഒന്നുകൂടി ചെയ്യാം. നമുക്ക് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ W3 സ്കൂൾസ്. ഇവിടെ പോവുക, എല്ലാ ടാഗും നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എല്ലാം ടെസ്റ്റ് ചെയ്ത് പഠിക്കാം. അപ്പം ടൈം കളയുന്നില്ല, ജസ്റ്റ് റെഫർ ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കുറേ ടാഗ്സ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് എല്ലാം പഠിക്കുന്നത് കാര്യം കുറച്ച് ഇമ്പോസിബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും റെഫറൻസ് ചെയ്യാം. സോ നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഞാൻ കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി, അവിടെ നിന്ന് ടാഗ്സ് കിട്ടുന്നത് മനസ്സിലായി. എനിക്കിനി ഇതിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? IMG എന്നുള്ളൊരു ടാഗ് ഉണ്ട്. ഞാൻ ഇമേജ് ഒന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? എൻ്റർ അടിച്ചപ്പോൾ 2 പുതിയ ആട്രിബ്യൂട്ട്സ് വന്നു, SRC ആൻഡ് ഓൾട്ട്. അപ്പോൾ SRC എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമോ? എന്താണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, എന്തിനാണത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമോ? സിമ്പിളാണ്. നിങ്ങളൊരു വെബ്സൈറ്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ എൻട്രി ആപ്പ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു വെബ്സൈറ്റ് എടുക്കുക, നമ്മൾ എൻട്രി ആപ്പ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലോഗോ ഉണ്ട്. ഈ ലോഗോയിൽ നമ്മൾ പോയി കോപ്പി ഇമേജ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്തു. നമുക്കിപ്പോൾ എൻ്റെ ഇമേജിൻ്റെ അഡ്രസ്സ് കിട്ടി. ഈ അഡ്രസ്സ് അതാണ് SRC കൊടുക്കേണ്ടത്. സോ SRC എന്നുള്ളത് സോഴ്സാണ്, ഇമേജിൻ്റെ സോഴ്സ് എവിടെ നിന്ന് വരുന്നതാണ് നമ്മളോട് കൊടുക്കുന്നത്. ഇനി നമ്മൾ പോയി എന്ത് ചെയ്യുകയാണ്? റിഫ്രഷ് ചെയ്താൽ അവിടെ ഇമേജ് വന്നു. മനസ്സിലായല്ലോ? സിമ്പിളാണ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഓൾട്ട് എന്നുള്ളത് എന്താണ്? നമ്മൾ ഓൾട്ടിലൊന്നും കൊടുത്തില്ല, എന്നിട്ട് ഇത് വർക്ക് ചെയ്തു. അതെന്തുകൊണ്ടാണ്? ഓൾട്ട് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ വെബ്സൈറ്റിന് വേണ്ടി, അതായത് ഒരു SEO അല്ലെങ്കിൽ സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടി, ഒരു വാല്യൂ ആണ്. അതിൻ്റെ ഒപ്പം ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്കും വേണ്ടിയിട്ടും അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു വെബ്സൈറ്റ് നമ്മൾ ഓൾട്ട് ടാഗിൽ നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ ഗൂഗിൾ തന്നെ നമ്മളെ വെബ്സൈറ്റിന് അധികം റാങ്ക് ചെയ്യിപ്പിക്കില്ല. സോ എല്ലാ ടാഗിലും, ഇമേജ് ടാഗിലും നമ്മൾ മാക്സിമം ഓൾട്ട് കൊടുക്കണം. സോ ഇപ്പം നമ്മൾ ഈ ഓൾട്ടിൽ എൻട്രി ലോഗോ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടൊരാൾക്ക് അവരുടെ സോഫ്റ്റ്വെയർ അത് പറഞ്ഞു കൊടുക്കും അതൊരു എൻട്രി ലോഗോ ആണെന്ന്. സോ നമ്മൾ എപ്പോഴും അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഇമേജിൻ്റെ നിങ്ങൾക്ക് വിത്തും ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനും നമുക്ക് ആട്രിബ്യൂട്ട്സ് അവൈലബിൾ ആണ്. വിത്ത് ഒരു 100 പിക്സൽ കൊടുക്കാം. പിക്സൽ എന്നുള്ള യൂണിറ്റാണ്. എന്ത് പറ്റി? ഓക്കെ, 1 പിക്സലായി പോയത്. 100 പിക്സൽ കൊടുത്തു. കണ്ടല്ലോ? ഇതുപോലെ നമുക്ക് ഹൈറ്റും കൊടുക്കാം. സെയിം ഇവിടെ ഹൈറ്റും കൂടി കൊടുത്ത് നമുക്ക് വാല്യൂസ് മാറ്റാം. പക്ഷേ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഞാൻ ഒരു ആങ്കർ ടാഗ് നിങ്ങളെ പരിചയപ്പെടുത്താം. HTML ഹൈപ്പർ ലിങ്ക്സ് എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിലാണ് നമുക്ക് ഈ ടാഗ്, ആങ്കർ ടാഗ് ഒക്കെ വരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എൻട്രി തന്നെ കൊടുത്ത് ഒന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. കണ്ടല്ലോ? ഇപ്പം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാൻ എക്സ്പ്ലെയിൻ പോലും ചെയ്യേണ്ട, അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വിക്കിപീഡിയ പോലെ സൈറ്റിലേക്ക് ഇരുന്ന് പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കാറ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് റീഡയറക്റ്റ് ആവും. പക്ഷേ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും നടക്കുന്നില്ല. എന്താണ് അതിന് റീസൺ? നോക്കുകയാണെങ്കിൽ ടാഗിൻ്റെ HRF എന്നുള്ള ആട്രിബ്യൂട്ടിൽ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു സെയിം ലിങ്ക് ഓൾറെഡി നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, ഇപ്പോൾ നമ്മളിത് പേസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഇമേജിൻ്റെ ലിങ്ക് കിട്ടിയില്ലേ? ഇനി ഞാൻ റീഫ്രഷ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഇമേജിലേക്ക് പോകും. പക്ഷേ എനിക്ക് ഇമേജിലേക്കല്ല, എനിക്ക് ഈ വെബ്സൈറ്റിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ URL അങ്ങ് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ URL അങ്ങ് എന്ത് ചെയ്തു? ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ എൻട്രി ക്ലിക്ക് ചെയ്താൽ നമ്മൾ എൻട്രി വെബ്സൈറ്റിലേക്ക് പോകും. സോ ഇത്ര സിമ്പിളാണ് HTML എന്താ പറയുക, നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് കിട്ടാൻ. അല്ലാതെ നിങ്ങൾ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കരുത്. HTML CSS പിന്നെ ജാവാസ്ക്രിപ്റ്റ് വരുമ്പോൾ ഞാൻ മാത്രം പറയുന്നില്ല സിമ്പിളാണെന്ന്, കുറച്ച് കോംപ്ലക്സ് ആയിട്ട് വരും. പക്ഷേ HTML CSS ഏതൊരു ബിഗിനേഴ്സിനും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. സോ നിങ്ങൾ ഇത്ര നാളായിട്ട് കോഡിങ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ, ഈ വീഡിയോ കണ്ട ടൈം മുതൽ സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം നമ്മളുടെ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് എല്ലാം ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ വന്ന് നമ്മുടെ ഗ്രൂപ്പ്സിൽ ചോദിക്കാം. മെൻറ്റേഴ്സ് എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒപ്പം എൻട്രി എലിവേറ്റ് പ്രോഗ്രാം ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സൈനപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് CSS ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു HTML ബേസിക്സ്. ഇനി ഡിസ്കഷൻ ഗ്രൂപ്പ്സിൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വന്ന എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പ്സിൽ വന്ന് മെൻറ്റേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് CSSൻ്റെ ബേസിക്സ് ആയിട്ട് കാണാം. Until then,